നിർത്തിയിട്ട ബസ്സിനുള്ളിലും പീഡനം. 3 പേർ പണിയെടുത്തിരുന്നത് പമ്പയിൽ. നഗ്ന വീഡിയോ അയച്ച് ഭീഷണിപ്പെടുത്തിയവർ പണസമ്പാദനവും നടത്തിയതായി പോലീസ്. 60-ലേറെ പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ 13 പേർ കൂടി കസ്റ്റഡിയിലാകുമ്പോൾ ശബരിമലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലും ആശങ്ക ഉയർന്നു. ഞായറാഴ്ച പുലർച്ചെ പമ്പയിൽ നിന്നാണ് ഇവരിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശബരിമല തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് പമ്പയിൽ താൽക്കാലിക ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരാണിവർ. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇതോടെ എങ്ങനെയാണ് ക്രിമിനലുകൾക്ക് ശബരിമലയിൽ ജോലി ചെയ്യാൻ കഴിയുന്നെന്ന ചോദ്യമാണ് സജീവമാകുന്നത്. പോലീസ് വെരിഫിക്കേഷൻ അടക്കം നടത്തി വേണം ജോലി ചെയ്യാൻ. പെൺകുട്ടിയെ പീഡിപ്പിച്ച പലരും മുമ്പും ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരാണ്. അതേസമയം സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സൂര്യനെല്ലി കേസിനെയും വെല്ലുന്നതാണ് പീഡനം. പത്തനംതിട്ടയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പെൺകുട്ടിയുടെ കൈമാറ്റത്തിന് പ്രധാന കേന്ദ്രമാക്കി. ഇവിടെ വലിയ സ്ത്രീപീഡന മാഫിയ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഇവിടുത്തെ ചില ഒഴിഞ്ഞ കോണുകളും മുകൾ നിലയും കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധർ വിളയാടുകയാണ്. മയക്കുമരുന്നും ഇവിടെ സജീവം. ഈ സാധ്യതകളെല്ലാം ഈ കേസിൽ ഉപയോഗിച്ചുവെന്നാണ് സൂചന. പണം വാങ്ങി പെൺകുട്ടിയെ കൈമാറിയെന്ന സൂചനകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പീഡന കേസിന്റെ വ്യാപ്തി വളരെ വലുതാകും. അച്ഛന്റെ ഫോണിലാണ് പെൺകുട്ടി നമ്പറുകൾ സേവ് ചെയ്തിരുന്നത്. 32 നമ്പറുകൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിനാൽ ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയാകും. ഫോണിലെ വാട്സപ്പിലേക്ക് ചില നമ്പറുകളിൽ നിന്ന് പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോകൾ അയച്ചിട്ടുണ്ട്. ഈ വീഡിയോകൾ ഉപയോഗിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. ഈ വീഡിയോകളാണ് കേസിൽ നിർണായകമാവുക. സ്മാർട്ട് ഫോൺ ഉപയോഗം വശമില്ലാതിരുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടില്ല. വീഡിയോ കൈമാറ്റമുള്ളതുകൊണ്ട് തന്നെ അതിശക്തമായ തെളിവുകൾ ഈ കേസിലുണ്ടെന്നാണ് പോലീസ് നിഗമനം. 13 വയസ്സ് മുതൽ പല തവണകളായി 62ഓളം പേർ പീഡിപ്പിച്ചെന്നായിരുന്നു കായിക താരം കൂടിയായ 18 വയസ്സുള്ള ദളിത് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. അടുപ്പ് സ്ഥാപിച്ച സുബിൻ എന്നയാളാണ് പെൺകുട്ടിയെ ആദ്യം ചൂഷണം ചെയ്തത്. ഇയാൾ പെൺകുട്ടിക്ക് നഗ്നദൃശ്യങ്ങളും അശ്ലീല സന്ദേശങ്ങളും അയച്ചിരുന്നു. പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങളും പ്രതി കൈക്കലാക്കി. പിന്നാലെ ഈ ദൃശ്യങ്ങൾ സുബിൻ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി. തുടർന്ന് ദൃശ്യങ്ങൾ കിട്ടിയവർ ഇത് പെൺകുട്ടിക്ക് അയച്ചു നൽകി സമ്മർദ്ദത്തിലാക്കി. പിന്നാലെ ഇവരും പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു.